ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് നോബഡി. നമ്മുടെ പൃഥ്വിരാജ്, പാർവതി, ഹക്കീം ഇവരൊക്കെ ലീഡിംഗ് റോൾ ചെയ്യുന്ന ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവി ആയിരുന്നത്. നിസാമാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, റൈറ്റ് ചെയ്തിരിക്കുന്നത് സമീറാണ്. അപ്പോൾ ഈ മൂവിയിൽ എനിക്ക് എടുത്തു പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ മൂവിയിലെ ഫൈറ്റ് സീക്വൻസ് ആണ്. അടിപൊളി ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു കേട്ടോ. ഫൈറ്റൊക്കെ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ആയാലും സിനിമറ്റോഗ്രാഫി, വിഷ്വൽസ് അതൊക്കെ അടിപൊളിയായിരുന്നു. മേക്കിംഗ് ഒക്കെ കിടിലായിരുന്നു. അതേപോലെ തന്നെ ഈ മൂവിയിലെ ആക്ടേഴ്സിൻ്റെ ഒരു ആക്ടിങ് പെർഫോമൻസ് അതും എടുത്തു പറയണ്ടായിരുന്നു. പൃഥ്വിരാജ്, നമ്മുടെ പാർവതി, പിന്നെ ഹക്കീം ഇവരുടെയൊക്കെ ആക്ടിങ് അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഇതിലൊരു അമ്പിനും വില്ലിന് അടുക്കാത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്, കുറച്ച് ഇങ്ങോട്ട് ഇടിക്കാൻ വന്നാൽ അങ്ങോട്ട് പഠിക്കും, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. പേടിച്ച് മാറിപ്പോകും അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഹീറോ ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ലൈഫിലെ സിറ്റുവേഷൻസ് വരുമ്പോൾ ആൾ സർവൈവലിന് വേണ്ടിയിട്ട് ആൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഫൈറ്റ് സീക്വൻസ്, അങ്ങനെ ഇൻ്റർവെൽ വരെ നല്ല എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ സ്റ്റോറി. ഈ പടത്തിൻ്റെ സ്റ്റോറിയും മൊത്തത്തിലുള്ള മേക്കിങ്ങും എല്ലാം കൊണ്ടും ഇൻ്റർവെൽ വരെ നമ്മൾ നല്ലൊരു പ്രതീക്ഷ തന്നുകൊണ്ടാണ് ഈ മൂവി പോകുന്നത്. നമുക്ക് ഈ മൂവിയുടെ സ്റ്റോറി ലൈൻ നല്ലൊരു മൂവി ചെയ്യാനുള്ള ഒരു സ്റ്റോറി ലൈനും ഒക്കെ ഉണ്ട് ഈ മൂവിയിൽ. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഇൻ്റർവെൽ വരെ ഫീൽ ചെയ്തത്. ഇൻ്റർവെല്ലിന് ശേഷമാണ് പിന്നെ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയത്. പിന്നെ ഇടയിലൊരു കാര്യം പറയാൻ വിട്ടുപോയി, പാർവതിയുടെ ക്യാരക്ടർ വളരെ ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് പാർവതി ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നല്ല ക്യാരക്ടറായിരുന്നു. പിന്നെ ഹക്കീം എന്ന് പറയുന്ന പോലീസ് കഥാപാത്രം, ആൾക്ക് ചെറിയ വിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിക്കലോട് കൂടിയിട്ടുള്ള ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഇളയ മോളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുണ്ട്. ആ കുട്ടി ഭയങ്കര ക്യൂട്ടാണ്. ആ കുട്ടിയുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു കേട്ടോ. ചില സീനിലൊക്കെ ആ കുട്ടി വളരെ സിമ്പിളായിട്ടുള്ള ഡയലോഗ്സ് ഉള്ളത്, പക്ഷെ അടിപൊളിയാണ് ആ കുട്ടിയുടെ ഒരു ക്യാരക്ടർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ പോലീസുകാരുടെ ഓളിയും ബഹളവും, അവരുടെ ഫാമിലി നടക്കുന്ന പ്രോബ്ലംസ്, നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരാളുടെ എതിരെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾ എങ്ങനെ ആ നാട്ടുകാരൊക്കെ നേരിട്ടിട്ട് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മൂവിയിൽ. ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും കാണുന്നത്. പിന്നെ പൃഥ്വിരാജിൻ്റെ മേക്ക് ഓവറും ആളുടെ ആക്ടിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. കിടിലം. ആ ക്യാരക്ടർ എന്താണോ അത് പിടിച്ചു പോയിട്ടുണ്ട് പൃഥ്വിരാജ്. പിന്നെ ഈ മൂവിയിലെ ആക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത്യാവശ്യം നല്ല ആക്ഷൻസ് ആയിരുന്നു. സസ്പെൻസ് എന്ന് പറയാൻ അത്ര വലിയ സസ്പെൻസ് ഒന്നുമില്ല. പിന്നെ ത്രില്ലിങ് കാര്യങ്ങൾ എന്നൊക്കെ പറയുക വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫൈറ്റിങ് കാര്യങ്ങൾ അതൊക്കെ തന്നെ. അങ്ങനെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. മൂവിയിൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന പോലെ, കുറേ കൺഫ്യൂഷൻ ആവുന്ന പോലെയൊക്കെ എനിക്ക് ഫീലായി. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അതിനെ കൊണ്ടുപോയി വേറെ രീതിയിലേക്ക് വളച്ചൊടിച്ച് ആ ഒരു ഫിനിഷിങ് വന്നില്ല. ആ ഒരു എൻഡിങ് ഒക്കെ എന്തോ പോലെ. എന്തിനാണ് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് നമുക്ക് തന്നെ തോന്നും. ആള് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതിനൊരു അർത്ഥം വേണ്ട. അപ്പോൾ ആൾ ഇങ്ങനെ കുറേ വള്ളി പിടിക്കണു, ഇതിൻ്റെ പിന്നാലെ ഓടുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഇതൊക്കെ എന്തിന് എന്നുള്ളൊരു ചോദിച്ചിരുന്നു പോലെ. എനിവേ ഈ മൂവി ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂവിനെ കുറിച്ച് പറയാതെ, കൂടുതലൊന്നും പറയാനില്ല. വളരെ സിമ്പിളായിട്ടുള്ള മൂവി, അത്ര മോശം മൂവി എന്ന് പറയാനില്ല കേട്ടോ. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് പോയി കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു മൂവി ആയിട്ട് കാണാം. ബൈ.